പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ തന്നെ കേട്ടോ, പുറത്തിറങ്ങാൻ പാടില്ല. കോവിലിന് പോയില്ല, മഴയുണ്ട്. ഇപ്പാണ് മഴ കുറച്ച് തോന്നുന്നത്. നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് പോയില്ല കേട്ടോ. ഇപ്പാണ് എണീറ്റത്. എടി എന്തടി എൻ്റെ കാലിൽ വന്നത്? എന്ത് അങ്ങനെയാണ്. മഴ തുടങ്ങിയപ്പോൾ പിന്നെ എന്നും മഴ കേട്ടാ. ഇനി അടുക്കളയിലോട്ട് പോവാം. ഇന്നാണെങ്കിൽ കാപ്പിക്ക് മാവൊന്നുമില്ല. അയ്യോ, കരിഞ്ഞു പോയി. ഇന്ന് കാപ്പിക്ക് മാവൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് അരി എടുത്ത് വറുത്തിട്ട് പൊടിച്ച് തേങ്ങയൊക്കെ ഇട്ട് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. തേയില ഇതാ റെഡിയായി. ഞാൻ ഇവിടെ വെച്ചിട്ട് അങ്ങ് പോയി കേട്ടോ. അത് കുറച്ച് കരിഞ്ഞു പോയി. ഇനി തണുത്തതിന് ശേഷം ആ കരിഞ്ഞതിനെ പറക്കി കളഞ്ഞിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് അത് ഇതായിപ്പോയി. തണുത്തതിന് ശേഷം ആ കറുത്തതിനെ ഇങ്ങനെ പറക്കി എടുത്തിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് തേങ്ങയൊക്കെ തിരുവിയിട്ടിട്ട് ശകലം പഞ്ചസാരയിട്ട് തേയിലയിട്ട് കഴിക്കാം. ഇവിടെ മാവൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും കേട്ടോ. കാപ്പിക്ക് വേറെ ഒന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യും. ഇങ്ങനെ കരിയൊന്ന് വിചാരിച്ചില്ല വെച്ചിട്ട് പോയപ്പോൾ. അത് തണുത്തിട്ട് മുറത്ത് തട്ടി പറക്കിയെടുക്കാം. എല്ലാം പറക്കിയെടുക്കാൻ പോണേട്ടാ. ഇനി കുറേ സമയമാവും. ഞാൻ വിചാരിച്ചു ഇപ്പം ഇന്ന് ചെറിയ തീ കുറച്ചാണ് വെച്ചിട്ട് പോയത്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് കരിയില്ല എന്ന് വിചാരിച്ചാണ് വെച്ചിട്ട് പോയത്. ഇനി കരിഞ്ഞതും കൂടെ ഇട്ട് പൊടിച്ച കയക്കും ചിലപ്പം. അപ്പുറത്തെ വീട്ടിലുള്ള പട്ടി എപ്പോഴും അത് ഇങ്ങനെ തന്നെ കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മളെ പാപ്പ് കിടന്നുണ്ട് ചിലപ്പം വിളിക്കണേ. പിന്നെ കുറച്ചേ ഉള്ളൂ. ഇങ്ങനെയും പറക്കിയെടുക്കുക. അരിയല്ലേ കളയണേ. എങ്ങനെ പൈസ എടുത്ത് വാങ്ങിച്ചേ? പൈസ എടുത്തല്ല, വെറുതെ കിട്ടിയാലും കളയാൻ പറ്റില്ലല്ലോ, അന്നമല്ലേ. അപ്പോൾ വിചാരിച്ച് പറക്കി എടുത്തിട്ട് അല്ലെങ്കിൽ കയക്കും കേട്ടോ. ഇങ്ങനെ ഇത് കരിഞ്ഞതല്ലേ, കയപ്പുണ്ടാവും. രാവിലെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തളർച്ച വരും. അപ്പം പിന്നെ ഇന്ന് അരി അരയ്ക്കാനൊക്കെ മഴ ആയതുകൊണ്ട് മടിച്ച്. ചിലപ്പോൾ അരി കോരായിട്ട് വെച്ചിരുന്ന കറണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. അപ്പം പിന്നെ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ അരയ്ക്കാൻ പറ്റൂല. അതുകൊണ്ട് പിന്നെ വിചാരിച്ച് മടിച്ചങ്ങിരുന്നു. ഇനി ഇതിനെ പൊടിച്ച് തേങ്ങയും ശകലം പഞ്ചസാരയിട്ട് കട്ടനായിട്ട് കഴിക്കാം. എനിക്ക് പണി തന്നത്. മഴ സമയത്താണെങ്കിൽ ഒരു ജോലി ചെയ്യാൻ തോന്നില്ല. അങ്ങനെ പറക്കിയെടുക്കട്ടെ. പറക്കിയെടുത്ത് കേട്ടാ ഇങ്ങനെ ആക്കി ഇത്രയും കിട്ടി. ഇതും കൂടെ ഇട്ട് ഇനി പൊടിച്ച കയപ്പായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഇനി പൊടിക്കട്ടെ. ശകലം പഞ്ചസാര ഇട്ടിട്ട് അത് പൊടിക്കാൻ പോകണം. ശകലം പഞ്ചസാരയും കൂടി ഇട്ട് പൊടിക്കണേ. ഒരുപാട് ഇടുന്നില്ല. എന്ന് വെച്ചാൽ ഒരുപാട് കട്ടനിൽ മധുരം ഉണ്ടല്ലോ. ഒരുപാട് പഞ്ചസാര ഇങ്ങനെ ഇതിലും അതിലും കൂടെ ഉപയോഗിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ശകലം പഞ്ചസാര ഇട്ട് ഇനി പൊടിച്ചിട്ട് തേങ്ങയും കൂടെ ചുരണ്ടി ഇട്ട് കഴിക്കാം. പൊടിച്ചെടുത്ത് കേട്ടാ തേങ്ങ ചുരണ്ടി. കട്ടനായിട്ട് കഴിക്കണം. ഞാൻ ഇവിടെ കാപ്പിക്ക് മാവില്ലാത്തപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാം. പിന്നെ നമ്മൾ വൈകുന്നേരം ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ അല്ലാതെ അരി വറുത്തിട്ട് കട്ടൻ കാപ്പി ഇട്ടിട്ട് തേങ്ങയായിട്ട് കഴിക്കും. അത് നല്ല ടേസ്റ്റ്. അങ്ങനെ ഇനി ഇത് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. മണി 9 കഴിഞ്ഞു. അങ്ങനെ അരി വറുത്ത് പൊടിച്ച് ഇതായ കൊണ്ട് വെച്ച് കട്ടനായിട്ട് കൊണ്ട് വെച്ച് കഴിക്കാൻ പൊടിയിട്ടാ. സ്റ്റാൻഡ് എടുത്തിട്ട് ഇത് കാപ്പിക്ക് മാവൊന്നും ഇല്ലാത്തപ്പം ഇങ്ങനെയാണ് ചെയ്യണേ. ഇത് നല്ല ടേസ്റ്റ്. കട്ടനും അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരമൊക്കെ വൈകുന്നേരം കട്ടൻ കുടിക്കല്ലോ, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ അരി വറുത്തിട്ട് കട്ടൻ കാപ്പിയിലിട്ട് കഴിക്കും തേങ്ങയൊക്കെ ഇട്ട്. അത് നല്ല രസമായിരിക്കും. അപ്പം ഇന്നലെ അതിൻ്റെ അരി അരയ്ക്കാമെന്ന് വിചാരിച്ചപ്പം കറണ്ട് ചിലപ്പോൾ മഴയല്ലേ, കറണ്ട് പോകണമെങ്കിൽ പിന്നെ അരയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ മടിച്ചങ്ങിരുന്ന്. അപ്പം പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. കട്ടൻ കൂടെ
കുടിച്ചില്ലെങ്കിൽ ഒട്ടിയിരിക്കാം. എന്നും കോവിലിൽ പോയി ഇന്ന് പോകത്തപ്പോൾ എന്താ പോലെ കേട്ടാ. പറ്റുമെങ്കിൽ വൈകുന്നേരം പോകണം 5 മണിയാകുമ്പോൾ. ഇനി ചോറ് കുറേ ഇപ്പം തന്നെ ഇട്ടത്. പിന്നെ ഇനി മാങ്ങ കറി വെക്കണം, മാങ്ങ ആവശ്യമിട്ടാൻ വെക്കണം. മഴയായിട്ട് ചന്തയിലൊന്നും പോകണില്ല. ഇത്ര ദിവസം ചൂടായിട്ട് ഇപ്പം ഒരാഴ്ച മഴയായപ്പം പുറത്തിറങ്ങാൻ പാടില്ല. എന്നിട്ട് ഞാൻ കഴിക്കട്ടെ.